നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ്റെ അടുത്താണ്, കളക്ട്രേറ്റിൻ്റെ അടുത്ത്. ഞാനൊരു 2 ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു അക്ഷയയിൽ വന്നിരുന്നു. അപ്പോൾ കുറച്ച് ലൈറ്റായപ്പോൾ ഞാൻ അവരുടെ ഫുഡ് ഇവിടെ അടുത്ത് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ ആ അക്ഷയൻ്റെ തൊട്ടടുത്തുള്ള റോഡിൽ കൂടെ എനിക്കൊരു സ്ഥലം കാണിച്ചു തന്നു, സ്നേഹ മെസ്. ഞാൻ ആ ഒരു സ്ഥലത്തേക്ക് വന്ന് ഫുഡ് കഴിച്ചപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അതേ രുചിയിൽ ഒന്നും പറയാനില്ല. മാന്യമായ റേറ്റ്, 50 രൂപ. ചില സ്ഥലങ്ങളിലൊക്കെ 60-70 വിൽക്കുന്നത്. അതെന്തെങ്കിലും ആകട്ടെ, നമ്മൾ ഇവിടെ മാന്യമായിട്ട് വിൽക്കുന്ന ഒരു സ്ഥലം കണ്ടപ്പോൾ, അതോടൊപ്പം നല്ല രുചിയുള്ള ഭക്ഷണം കണ്ടപ്പോൾ, വൃത്തിയോടുകൂടി കൊടുക്കുന്ന സ്ഥലം കണ്ടപ്പോൾ എനിക്ക് മനസ്സിന് വളരെ സന്തോഷം തോന്നി. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീകൾ നടത്തുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് ഫുഡിൻ്റെ മാത്രമല്ല, മെസ് ഹൗസ് മാത്രമല്ല ഉള്ളത്, ലേഡീസ് ഹോസ്റ്റലും കൂടി ഉണ്ട്. ലേഡീസ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ 3 നേരം ഫുഡ്, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ ഫുഡ് കൊടുത്തുകൊണ്ട് 6000 രൂപയ്ക്കാണ് ഇവർ ഒരു കുട്ടിയിൽ നിന്ന് ഈടാക്കുന്നത്. അതിനെല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. നല്ല വൃത്തിയുള്ള സ്ഥലങ്ങളാണ്. ഇതിൻ്റെ പരിസരവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. ഫുഡിൻ്റെ എല്ലാം കാണിച്ചു തരാം. സുഹൃത്തുക്കളെ, ഇതാണ് ഇവിടുത്തെ ഫുഡ് കേട്ടോ. ഇതാ തേങ്ങ അരച്ച് വെച്ച അടിപൊളി നല്ല മീൻകറി കേട്ടോ. നല്ല മീൻകറിയാണ്. ഉപ്പേരിയുണ്ട്, അച്ചാറ്, സാമ്പാർ കേട്ടോ, ഒരു സാമ്പാർ, പിന്നെ മത്തി പൊരിച്ചതുണ്ട്. ഓക്കെ, നല്ല എന്താ പറയുക, ഒരു വീട്ടിൽ കഴിക്കുന്ന അതേ രുചി നിങ്ങൾക്ക് കിട്ടും. പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ ഞാനപ്പോൾ ഹോസ്റ്റലിൻ്റെ ഉള്ളിലുള്ളത്. നല്ലൊരു ഹോസ്റ്റലുണ്ട് ഇവിടെ കുട്ടിക്ക് താമസിക്കാനുള്ള. അപ്പോൾ കുട്ടികളൊക്കെ അതിൻ്റെ ഉള്ളിൽ കൊണ്ട് ഉള്ളിലത്തെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ 41 കുട്ടികൾക്കുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി 11 കുട്ടികൾ ഇവിടെ ഉണ്ട്. ഈ 30 കുട്ടികൾക്കുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് നടത്തിപ്പിൻ്റെ ആ ഒരു ആൾക്കാരെ നിങ്ങളെ കാണിച്ചു തരാം. വളരെ പ്രയാസത്തിൽ, വളരെ വിഷമത്തിൽ ജീവിച്ചു പോകുന്നൊരു സാഹചര്യമാണ് അവർക്കുള്ളത്. അവർ എന്താ പറയുക, ജീവിതം എന്ന സാധനം മുന്നോട്ട് പോകേണ്ട അതിന് തുടങ്ങിയൊരു സംഭവമാണ്. അപ്പോൾ ഇത് ഇവരെ രക്ഷപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് ഉത്തരവാദിത്വം സാധാരണക്കാരായ നമ്മുടെ വഴി ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത്. ചേച്ചിനെ കാണിച്ചില്ല. ഇതാണ് നമ്മുടെ ചേച്ചിയെ. എല്ലാവരും വരും, നിങ്ങൾ ബേജാറാകണ്ട. നല്ല ഫുഡ് കൊടുക്കുക. നമ്മളെ മക്കളെമാർ ഇവിടെ ഈ ഹോസ്റ്റലിലേക്ക് വരുന്ന മക്കളെ നമ്മളെ മക്കളെമാർ തന്നെ കണ്ടിട്ട് അവരോട് പെരുമാറുക, ഡീസൻ്റായി പെരുമാറുക. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടാൽ പലരും വരും. അപ്പോൾ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുമ്പോൾ നിങ്ങളെ വിളിക്കും, അവർ വരും, അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുക്കുക. വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചേച്ചി പറഞ്ഞു. ഞങ്ങളെ കുട്ടികളെ പോലെ തന്നെയാണ് ഞാൻ ഇവിടെ ഹോസ്റ്റലിലെ കുട്ടികളായിട്ട് കാണുന്നത്. ഹോസ്റ്റലിലെ കുട്ടികളെ വേറെ കുട്ടികളായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് കുട്ടികളോട് ചോദിച്ചാൽ മനസ്സിലാവും. എൻ്റെ സ്വന്തം കുട്ടികളെ പോലെ തന്നെയാണ്. പിന്നെ ഫുഡാണെങ്കിൽ ഹോസ്റ്റലിലെ ഫുഡല്ല, ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന മാതിരിയുള്ള വീട്ടിലെ ഫുഡ് ഉണ്ടാക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, പ്രിയപ്പെട്ടവരെ, മറന്നു പോകരുത്. ഫുഡ് കഴിക്കാൻ വരുന്നവർ ഇവിടെ വന്ന് ഫുഡ് കഴിച്ച് സഹകരിച്ച് പോവുക. അതല്ല ഹോസ്റ്റലിലേക്കാണ് വരാൻ താല്പര്യമെങ്കിൽ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ നമ്പർ വിളിച്ചാൽ നിങ്ങൾക്ക് വരാൻ പറ്റും. നല്ല എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ഏരിയയാണ്. അതായത് കോഴിക്കോടിൻ്റെ ഒരു ഹൃദയഭാഗം തന്നെ പറയാം. കളക്ട്രേറ്റിൻ്റെ മുമ്പിലാണ് സ്ഥലം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പാവപ്പെട്ട ഈ കുടുംബങ്ങളൊക്കെ ഒന്ന് രക്ഷപ്പെട്ടു പോയിക്കോട്ടെ പ്ലീസ്.